എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതിൽ മേ ബി നമ്മുടെ മഴയെ എന്ന പാട്ടും നമ്മൾ കാണിച്ചൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു ടീസറൊക്കെ കണ്ടിട്ട് ഇതൊരു മുഴുനീള പ്രണയ കഥ കാണാൻ തിയേറ്ററിൽ എത്തിയവരായിരിക്കാം ചിലപ്പോൾ ഈ നിരാശപ്പെട്ടതിൽ കൂടുതൽ ഒരു വലിയ വിഭാഗമാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കൈൻഡ് ഓഫ് ഏജ് ഗ്രൂപ്പാണ് ശരിക്കും അതിനകത്ത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചതല്ല, ഞാൻ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ബേസിക്കലി അറിയാൻ പറ്റിയത് ജീവിതം അടുത്തറിഞ്ഞിട്ടില്ലാത്ത കക്ഷികളായിരിക്കണം ആ ഏജ് ഗ്രൂപ്പ്. കാരണം ആരുടെയെങ്കിലും തണലിൽ, അമ്മയുടെയോ അച്ഛൻ്റെയോ തണലിൽ മാത്രം ജീവിക്കുകയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ അത്യാവശ്യം സമ്പാദ്യം കൊണ്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ചോദിക്കുന്ന കാശ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അവരുടെ ലൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങൾക്കകത്തോ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് എന്ത് സംഭവിക്കും എന്നൊന്നും യാതൊരു തിരിച്ചറിവില്ലാത്ത കുറച്ച് കക്ഷികൾ. അല്ല, വളരെ ഈസിയാണ്. ഇപ്പോൾ എനിക്ക് ഒരു നിസ്സംശയം എനിക്ക് പറയാം, 10 വർഷം മുമ്പ് എന്നോട് ഈ കഥ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ ചെയ്യില്ലായിരുന്നു. അതെ, ഈ സിനിമ ഞാൻ ചെയ്യില്ല. ഞാൻ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 10 വർഷം മുമ്പും 50ഉം 60ഉം വയസ്സുള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പ്രായത്തിൻ്റെ അല്ല, എനിക്ക് സിനിമ ഇഷ്ടപ്പെടില്ലായിരുന്നു, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ മേ ബി ഒരു കാമുകനായിരുന്ന സമയത്ത് ഈ സിനിമയെക്കുറിച്ച് ഞാനൊന്ന് കാര്യമായിട്ട് ചിന്തിച്ചേനെ. ഒരു ഭർത്താവായ ഞാൻ ഉറപ്പായും ഈ സിനിമ ചെയ്തേനെ. ഒരു അച്ഛനായ ഞാൻ ആദ്യം നിങ്ങളോട് ഈ കഥ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കറക്റ്റ് ഇല്ലേ? അപ്പൊ എനിക്ക് ആ സിനിമ അത്രയും ഇപ്പൊ ചില സിനിമകളേ ഉള്ളൂ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇൻവോൾവ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവും. അതായത് നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക്. പക്ഷെ ജെയിംസൺ ആലിസിനെ പറ്റി അങ്ങനെ ഒരു പരാതി എനിക്കില്ല. നമ്മൾ രണ്ടുപേരും ഈ സിനിമ അഫ്കോഴ്സ് ഇതിലും ബെറ്റർ ആക്കാമാരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിൽ നമ്മൾ ഹാപ്പിയാണ്. നമ്മളത് എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, അതാണ് ആ സിനിമ അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് ഒരു സ്വന്തമായി ഒരു ഫാമിലിയുള്ള, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലിയുള്ള ഒരു പ്രേക്ഷകനോ പ്രേക്ഷകയോ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് എൻ്റെ ജീവിതവും കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്, സത്യം, എൻ്റെ അഭിപ്രായം. കാരണം എന്തെങ്കിലും തരത്തിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിങ്ങൾ കാണുന്ന കഥാപാത്രങ്ങൾക്കും ഇതിൽ നിങ്ങൾ കാണുന്ന കഥാ സാഹചര്യങ്ങൾക്കും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. കാരണം ഇതിൽ ഞാൻ രാജുവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കുറച്ചുകൂടി ഓപ്പണായിട്ട് പറയട്ടെ. എൻ്റെ ട്രിവാൻഡ്രത്തുള്ളൊരു സുഹൃത്തിൻ്റെ വേറൊരു സുഹൃത്താണ് ഇതിൻ്റെ കഥാനായകൻ. ആദ്യത്തെ ദിവസം രാജുവിൻ്റെ ഭയങ്കര ഫാനാണ്. ആദ്യത്തെ ദിവസം രാജുവിൻ്റെ പടം കാണാൻ പോയതാണ്. അപ്പോൾ ഇതുപോലൊരു തട്ടുപൊളിപ്പൻ ഫിലിം ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ പോയിരുന്നു. ആദ്യത്തെ കുറച്ച് സമയം പുള്ളിക്ക് ഇച്ചിരി ലാഗ് തോന്നി പറഞ്ഞു. പിന്നീട് പുള്ളി സിനിമയിൽ ഇൻവോൾവായി. സിനിമ കഴിഞ്ഞു, അയാൾ പുറത്തിറങ്ങി. ഇദ്ദേഹം പറഞ്ഞതാണ്, 2 ദിവസത്തേക്ക് പുള്ളിക്കൊരു ഭയങ്കര വീർപ്പ് മുട്ടലായിരുന്നു. മൊത്തത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്തൊരു വീർപ്പ് മുട്ടൽ. അതിൻ്റെ കാരണം 4 വർഷമായിട്ട് അവർ ഈ ഫാമിലി കുറച്ച് പ്രോബ്ലത്തിലായിരുന്നു. 4 വർഷമായി ഭാര്യയോട് സംസാരിച്ചിട്ട് വേറിട്ട് നിൽക്കുമായിരുന്നു. ഡിവോഴ്സ് ആയിട്ടില്ല, വേറിട്ട് നിൽക്കുക. ഡിവോഴ്സ് വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. 3-ാമത്തെ ദിവസം രാവിലെ പുള്ളി വൈഫിനെ വിളിച്ചിരിക്കുന്നു, ഫോൺ ചെയ്തു. അപ്പോൾ അത് അങ്ങനെ ഒരാൾക്ക് അവരുടെ സംഭവം തിരിച്ചു കിട്ടാൻ പറ്റും. ഇതിൽ കോടതിയിൽ കൗൺസിലറിന് മുമ്പിൽ വീണ്ടും എന്നെപ്പറ്റി വേദിക ഒരു 10 മിനിറ്റ് നിർത്താതെ ജെയിംസിന്റെ കുറ്റങ്ങൾ കൗൺസിലറിന് മുമ്പിൽ പറയും. അപ്പോൾ പറയുന്നതിൽ പലതും സില്ലിയാണ്, പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ വേദികയെടുത്ത് പറയും, മീഡിയം ഫോണ്ടിൽ DTP എടുത്തിരുന്നെങ്കിൽ 4 ഫുൾ പേജോളം വരും അകത്തുനിന്ന് എന്നെപ്പറ്റി പറഞ്ഞ പരാതികളുടെ ലിസ്റ്റ്. ഇതിലൊരു 2 വരി ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, പേര് പറയുന്നില്ല കാരണം അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളാണ്, അതെ, എൻ്റെ ഒരു സുഹൃത്ത് ഡിവോഴ്സ്ഡ് ആണ് ഇപ്പോൾ. ആക്ച്വലി ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അവർ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ്റെ കരിയർ ഒരു റോഡ് ബ്ലോക്ക് ആയപ്പോൾ വൈഫ് വർക്ക് ചെയ്യേണ്ടി വരികയും
അപ്പോൾ അത് ആക്ച്വലി അവൻ്റെ ഫ്രസ്ട്രേഷൻ കൂട്ടുകയാണ് ചെയ്തത്. ഇൻ ദ സെൻസ് അവൻ്റെ ജോലി അവനൊരു ജോലിയില്ല, അല്ലെങ്കിൽ അവൻ വിചാരിച്ച പോലൊരു വരുമാനം അവനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വൈഫ് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ, അത് അവൻ്റെ ഫ്രസ്ട്രേഷൻ വല്ലാതെ കൂട്ടുകയാണ് ചെയ്തത് ആ സമയത്ത്. അന്ന് ആക്ച്വലി ഞാൻ അവനോട് ഒരുപാട് പറഞ്ഞു, അത് അങ്ങനെ കരുതരുത്. കാരണം ഈ പുരുഷനാണ് വീട്ടിലെ വരുമാനം കൊണ്ടുവരേണ്ട ആളെന്നുള്ള ഈ ഭയങ്കര പ്രാചീന ചിന്ത ആ കാലമൊക്കെ കഴിഞ്ഞു. അതല്ല, നിനക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്, നിന്റെ വൈഫിൽ നിന്ന് നീ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ല, നേരെ മറിച്ച് നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതാണെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കണം. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതവന് വൈഫിനോട് പറയാൻ നാണക്കേടായിരുന്നു. അത് അവന് നാണക്കേടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ചുറ്റിപ്പറ്റി മറ്റു ചില കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു, അവർ വേർപിരിഞ്ഞു. ഇത് കണ്ടിട്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞത്, അതെനിക്ക് ഭയങ്കരമായിട്ടങ്ങ് എൻ്റെ തലയിലും കൊണ്ടു. കാരണം ആ സമയത്ത് ഞാനും അതെ അവളും അതെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ലല്ലോ. ഞാൻ നിന്നോട് സംസാരിച്ചു, അവൾ ചിലപ്പോൾ അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് കാണും, പക്ഷെ നമ്മൾ പരസ്പരം സംസാരിച്ചില്ലല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറേ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് നമ്മുടെ സിനിമയിൽ നമ്മളറിയാതെ പോലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അല്ല, ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് കരഞ്ഞു. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കരയായിരുന്നു. കരഞ്ഞത് എനിക്ക് വളരെ കുറച്ച് മനസ്സിലായുള്ളൂ. വാക്കുകൾ മനസ്സിലായത്രയാണ്. അവരുടെ മോള് അവരെ ഭർത്താവ് വിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് അവൾ ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവൾ തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര താങ്ക്സ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഇപ്പോൾ എനിക്ക് അവളെ മിസ് ചെയ്തതിൽ. ഞാൻ ചിലപ്പോൾ ഒന്ന് ആദ്യമേ തിരിച്ച് വിളിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നു, പക്ഷെ ഞാൻ അന്ന് വിളിച്ചില്ല. അതെൻ്റെ ഈഗോ ആയിരുന്നു, അങ്ങനെ വിളിക്കായിരുന്നു. അമ്മയും മോളുമാണ്. ഇപ്പോൾ അങ്ങനെ ഭർത്താവും ഭാര്യ മാത്രമല്ല, അമ്മയും മോളും ഇഷ്യൂവും ഒക്കെ ഇതിനകത്ത് ആക്ച്വലി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.